60 വർഷക്കാലം കോൺഗ്രസ് ഈ രാജ്യത്ത് അധികാരത്തിലുണ്ടായിരുന്നില്ലേ? അപ്പോൾ നിങ്ങളുടെ ആരുടെയെങ്കിലും അടുക്കളയിൽ വന്ന് നിങ്ങൾ പാചകം ചെയ്ത ഭക്ഷണം പാത്രം അതിന്റെ അടപ്പ് ഉയർത്തി നോക്കി അതിൽ എന്താണ് പാചകം ചെയ്തിരിക്കുന്നതെന്ന് ചോദിക്കാൻ ഇന്ത്യയിൽ ആരെങ്കിലും മുതിർന്നിട്ടുണ്ടായിരുന്നോ? 60 വർഷക്കാലം കോൺഗ്രസ് ഭരിച്ചപ്പോ നിങ്ങളുടെ അടുക്കളയിൽ എന്താണ് പാചകം ചെയ്യുന്നതെന്ന് ആരും അന്വേഷിച്ചിരുന്നില്ല. നിങ്ങൾ ധരിക്കുന്ന വസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ആക്രമിക്കപ്പെട്ടിരുന്നില്ല. അക്കലാക്ക് ആക്രമിക്കപ്പെട്ടതുപോലെ, ജുനൈദ് ആക്രമിക്കപ്പെട്ടതുപോലെ നിങ്ങൾ ഏത് വസ്ത്രമാണ് ധരിക്കുന്നത് എന്ന് അന്വേഷിച്ച ആരും നിങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾ ആരോട് സംസാരിക്കണം, ആരോട് സംസാരിക്കാൻ പാടില്ല എന്നാരും നിങ്ങളോട് ആജ്ഞാപിച്ചിരുന്നില്ല. 60 വർഷക്കാലം കോൺഗ്രസ് ഈ രാജ്യം ഭരിച്ചപ്പോ ആരും അത് പറഞ്ഞിട്ടില്ല, ആരും അന്വേഷിച്ചിട്ടില്ല. നിങ്ങൾ ഏത് വിശ്വാസ പ്രമാണത്തിൽ വിശ്വസിക്കണം, ഏത് ആചാര അനുഷ്ഠാനങ്ങൾ സ്വീകരിക്കണം എന്ന് നിങ്ങളോട് നിർബന്ധിക്കാൻ ഈ രാജ്യത്ത് ഒരാൾ പോലും നിങ്ങളുടെ വീട്ടിലേക്ക്, നിങ്ങളുടെ ആരാധനാലയങ്ങളിലേക്ക് കടന്നു വന്നിട്ടില്ല. 60 വർഷക്കാലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യം ഭരിച്ചപ്പോ ഈ ചോദ്യങ്ങളെ നമ്മൾ സ്വീകരിച്ചിരുന്നില്ല, ഈ ചോദ്യങ്ങൾ നമ്മൾ കേട്ടിരുന്നില്ല, ഈ ചോദ്യങ്ങൾ നമ്മളെ അസ്വസ്ഥപ്പെടുത്തിയിരുന്നില്ല, ഈ ചോദ്യങ്ങൾ നമ്മളെ ആശങ്കാകുലരാക്കിയിരുന്നില്ല. എന്നാൽ BJPയുടെ 10 വർഷക്കാലം നമ്മുടെ അടുക്കളയിലേക്ക് ആളുകൾ കടന്നു വരികയാണ്. നമ്മൾ എന്ത് കഴിക്കണമെന്ന് അവർ പറയുകയാണ്, നമ്മൾ എന്ത് വസ്ത്രം ധരിക്കണമെന്ന് അവർ ആജ്ഞാപിക്കുകയാണ്. ഇപ്പോ മോദി പറയുന്നു അവർ വലിയ വിജയം നേടി, മോദിയുടെ ആരാധകർ പറയുന്നു 2 തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടി എന്ന് പറയുന്നു. ഇപ്പൊ മോദി പറയുന്നു ഞങ്ങളുടെ പാർട്ടിക്ക് മാത്രം 370, ഞങ്ങളുടെ മുന്നണിക്ക് 400. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ കോൺഗ്രസിനെ കുറിച്ച്, ഇതിനേക്കാൾ വലിയ വിജയം കോൺഗ്രസ് നേടിയിട്ടില്ലേ? നമ്മളിപ്പോ ഈ 370 മോഡി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറയും ഈ സീനൊക്കെ നമ്മൾ എന്നേ വിട്ടതാണ്. ഇന്ത്യയുടെ പാർലമെന്റിൽ 414 MP കോൺഗ്രസിന് ഉണ്ടായിരുന്നില്ലേ? ഇന്ത്യയുടെ പാർലമെന്റിൽ 543 അംഗ പാർലമെന്റിൽ 414 MP ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മാത്രമേ ഉണ്ടായിരുന്നു. മോദിയുടെ ടാർജറ്റ് പോലും മുന്നണിക്ക് 400-ഉം പാർട്ടിക്ക് 370-ഉമാണ്. കോൺഗ്രസിന് ഉണ്ടായിരുന്ന MP അവരുടെ ടാർജറ്റിൽ പോലും ഇല്ല. 414 MP ഇന്ത്യയുടെ പാർലമെന്റിൽ കോൺഗ്രസിന് മാത്രമേ ഉണ്ടായിരുന്നു 84-ൽ. അന്ന് ഈ രാജ്യത്തെ ഏതെങ്കിലും പാർട്ടി ഇല്ലാതാകണം, BJP മുക്തമാകണം, CPM മുക്തമാകണം എന്ന് എപ്പോഴെങ്കിലും ഈ 414 പേരുമായിട്ട് ഷാഫി സാഹിബ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. കാരണം അങ്ങനെ പറയണമായിരുന്നെങ്കിൽ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം രാഷ്ട്രീയ അധികാരം കൈമാറി കിട്ടിയപ്പോ അങ്ങനെ ഒരു ഭരണഘടന ഉണ്ടാക്കിയാൽ മതിയായിരുന്നല്ലോ. ഒരു മൾട്ടി പാർട്ടി ഡെമോക്രസി ഇന്ത്യയിൽ ഉണ്ടാകണമെന്ന് തീരുമാനിച്ച ആ തീരുമാനത്തിലേക്ക് രാജ്യത്തെ കൊണ്ടുപോയ ഒരു പാർട്ടിക്ക് എന്തിനാണ് 414 ഉണ്ടാകുമ്പോൾ ഞങ്ങൾ മാത്രം മതി? അമിത്ഷാ പറയുന്നത് പോലെ, കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്നത് പോലെ ഒരു BJP മുക്തതയും ഒരു CPM മുക്തതയും നമ്മൾ ഒരു കാലത്തും പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്, ഈ വൈകുന്നേരം കാറ്റുകൊണ്ട് അലസമായി ഒരു പ്രസംഗം കേട്ട് വൈകുന്നേരം മടങ്ങിപ്പോകുന്ന ഒരു ആലസ്യം നിങ്ങൾ വെടിയണം. നമ്മുടെ എല്ലാം ജീവിതത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നത്തിന്റെ മുമ്പിലാണ് ഇവിടെ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾ നാളെ ഈ നാട്ടിൽ ജീവിക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന വലിയ ആശങ്കയുടെ മുൻപിലുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ നമ്മൾ പ്രവർത്തിക്കുന്ന, നമ്മൾ പറയുന്ന, നമ്മൾ വിനിയോഗിക്കുന്ന സമ്മതിദാന അവകാശത്തിന് വലുതായ പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യത്തെ നിങ്ങൾ തിരിച്ചറിയണം. അല്ലാതെ വേറെ ചില ആളുകൾ പറയുന്നത് പോലെ, ഒരു CPM-ന്റെ നേതാവിന്റെ പ്രസംഗം ഞാൻ കഴിഞ്ഞ ദിവസം TV-യിൽ കൂടെ കേട്ടു. അദ്ദേഹം പറഞ്ഞു CPM-ന്റെ സമന്നതനായ നേതാവാണ്, കേന്ദ്ര കമ്മിറ്റിയുടെ അംഗമാണ്, സംസ്ഥാന മന്ത്രിയായിരുന്ന AK ബാലൻ. ഞാൻ ഒരു കാര്യം പറയാം, കേരളത്തിലെ ഏറ്റവും നിഷ്കളങ്കനായ രാഷ്ട്രീയ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ ഏതെങ്കിലും കോൺഗ്രസ് നേതാവിന്റെയോ ഏതെങ്കിലും മുസ്ലിം ലീഗ് നേതാവിന്റെയോ പേര് ഞാൻ പറയാതിരുന്നാൽ ആരും എന്നോട് പരിഭവിക്കരുത്. എന്നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഏറ്റവും നിഷ്കളങ്കനായ രാഷ്ട്രീയ നേതാവ് AK ബാലനാണ്. ബാലൻ വ്യത്യസ്തനായിരുന്നു എന്ന് നേരത്തെ അറിയാമായിരുന്നെങ്കിലും അദ്ദേഹം നിഷ്കളങ്കനും കൂടിയാണ് എന്ന് മനസ്സിലായത് കഴിഞ്ഞ ദിവസം അങ്ങേയറ്റം നിഷ്കളങ്കമായ അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം കേട്ടപ്പോഴാണ്. അദ്ദേഹം പറഞ്ഞു, നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കുറച്ച് വോട്ടുകൾ വേണം, നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കുറച്ച് സീറ്റുകൾ വേണം,
നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കുറച്ച് വോട്ടുകൾ കിട്ടിയില്ലെങ്കിൽ, സീറ്റ് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ പാർട്ടിയുടെ ദേശീയ അംഗീകാരം നഷ്ടപ്പെടും. അപ്പൊ നമ്മുടെ പാർട്ടിയുടെ ദേശീയ അംഗീകാരം നഷ്ടപ്പെട്ടാൽ നമ്മുടെ പാർട്ടിയുടെ ചിഹ്നം അരിവാൾ ചുറ്റിക നക്ഷത്രം അത് നഷ്ടപ്പെടും. പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തരുന്ന ചിഹ്നത്തിൽ മത്സരിക്കേണ്ടി വരും. അദ്ദേഹത്തിന്റെ തന്നെ പ്രസംഗമാണ്. അദ്ദേഹം പറയുന്നു ഇപ്പൊ തന്നെ കൊള്ളാവുന്ന കുറെ ചിഹ്നങ്ങൾ വേറെ ആളുകൾക്ക് കൊടുത്തു. ഈ പ്രധാന ചിഹ്നം കഴിഞ്ഞിട്ടുള്ള പുസ്തകം, പിന്നെ ബലൂണ്, സൈക്കിള്, മെഴുകുതിരി, ഇതൊക്കെ വേറെ ആൾക്ക് കൊടുത്തും പോയി. പിന്നെ 2026 നിയമസഭയാകുമ്പോൾ പിന്നെ നമുക്ക് മരപ്പട്ടി, ഈനാമ്പേച്ചി, തേള്, എലിപ്പെട്ടി തുടങ്ങിയ ചിഹ്നത്തിൽ മത്സരിക്കേണ്ടി വരും. എന്നിട്ട് പാലം തന്നെ ആ മൈക്കിന്റെ മുമ്പിൽ നിന്ന് പ്രശ്നമാക്കിയാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ നമ്മളിങ്ങനെ മൈക്കിന്റെ മുമ്പിൽ നിന്നിട്ട് നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി സഖാവ് ഇന്നയാൾക്ക് മരപ്പട്ടി ചിഹ്നത്തിൽ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തണമെന്നൊക്കെ പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ അനൗൺസർമാർക്ക് അവര് ചില സാഹിത്യമൊക്കെ ഇടും. ഈ ഈനാം പേച്ചി ചിഹ്നമാണ് പിണറായി വിജയന് കിട്ടുന്നതെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ അനൗൺസർമാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകും. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും പ്രതീകമായ ഈനാം പേച്ചി എന്ന് പറയാൻ പറ്റുമോ? ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും പ്രതീകമായ മരപ്പട്ടി എന്ന് പറയാൻ പറ്റുമോ? അനൗൺസർമാര് കുടുങ്ങും. അപ്പോ AK ബാലൻ വളരെ നിഷ്കളങ്കമായി പറഞ്ഞു, അല്ലാതെ നരേന്ദ്രമോദിയെ താഴെ ഇറക്കുക, ഭരണഘടനയെ സംരക്ഷിക്കുക, ജനാധിപത്യം സംരക്ഷിക്കുക, ന്യൂനപക്ഷാവകാശങ്ങൾ സംരക്ഷിക്കുക, ഇതൊന്നുമല്ല ഞങ്ങളുടെ അജണ്ട. മരപ്പട്ടിയിൽ നിന്നും നമ്മളെ രക്ഷിക്കുക. ലളിതമായ ഒറ്റ ചോദ്യമേ ഉള്ളൂ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. വളരെ ലളിതമായ ഒറ്റ ചോദ്യം. മരപ്പട്ടിയിൽ നിന്നും മാർക്സിസ്റ്റുകാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ, മതഫാസിസ്റ്റുകളുടെ കയ്യിൽ നിന്നും ഈ രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ നേരിടേണ്ടതുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. മരപ്പട്ടിയിൽ നിന്നും മാർക്സിസ്റ്റുകാരെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ടോ ബാലനാരായണൻജി? നമുക്കില്ല. അപ്പോ ഫാസിസ്റ്റുകളുടെ കയ്യിൽ നിന്നും രാജ്യത്തെ നമുക്ക് രക്ഷിച്ചെടുക്കണം. അവസാനത്തെ ബസ്സാണ്, ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അവസാനത്തെ ബസ്സാണ് 26-ാം തീയതി നമ്മുടെ വീട്ടിന്റെ പടുക്ക വന്ന് നിൽക്കാൻ പോകുന്നത്. നമ്മുടെ അടുത്ത പള്ളിക്കൂടത്തിന്റെ മുമ്പിൽ കിടക്കുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ, ഇന്ത്യൻ മതേതരത്വത്തിന്റെ അവസാനത്തെ ബസ്സാണ്. ഇത് പോയാൽ ഇനി വണ്ടിയില്ല, ഇത് പോയാൽ ഇനി വണ്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് ആ യാഥാർത്ഥ്യത്തെ നമ്മൾ കാണണം. ഇവിടെ BJP പരാജയപ്പെടും. ഞാൻ നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത പറയാം. ഒരുപാട് പേടിപ്പിക്കുന്ന കാര്യം പറഞ്ഞതിന് ശേഷം കടപ്പുറത്തിരിക്കുന്ന നിങ്ങൾ സന്തോഷത്തോടു കൂടി കേട്ടോ. ഇതൊക്കെയാണെങ്കിലും 2024 ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമ്മൾ BJPയെ പരാജയപ്പെടുത്തുക തന്നെ ചെയ്യും. അപമാനിതനായി നരേന്ദ്രമോദി ഇന്ത്യൻ പാർലമെന്റിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി പോകുന്നത് നിങ്ങൾ നോക്കിക്കോ, നമുക്ക് കാണാൻ കഴിയും.